രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ പീഡന പരാതി കൊടുത്ത അതിജീവിതയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു അഭിഭാഷക, ഡൽഹിയിൽ നിന്നുള്ള അഭിഭാഷക ഒരു മോശമായ പരാമർശം നടത്തി, അല്ലെങ്കിൽ അധിക്ഷേപിച്ചു. സോഷ്യൽ മീഡിയയിൽ കൂടെ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തി. അപ്പൊ ഇതിന് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ വി.ഡി. സതീശന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇരയ്ക്കൊപ്പം ആയിരുന്നില്ല. അത് ഈ അതിജീവിതയ്ക്കൊപ്പം അല്ലാതെ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച അഡ്വക്കേറ്റിനെ അനുകൂലിച്ചുകൊണ്ട് ഇത് എല്ലായിടത്തും നടക്കുന്നതല്ലേ എന്നാണ് സതീശൻ പറഞ്ഞത്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടി എന്നൊക്കെ പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവിടെ ഒരു സ്നേഹം നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു സർക്കാർ അധികാരത്തിൽ കയറിയിട്ടുണ്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമോ ഈ സർക്കാർ, ഇനി അതല്ല ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇതിന് വശംവദരാകുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇതിൽ നമ്മൾ നോക്കിയ എ പി അനിൽകുമാറിന്റെ മകന്റെ, അർജുൻ എന്ന് പറയുന്ന മകന്റെ കല്യാണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം എ പി അനിൽകുമാർ നിലവിൽ ഇപ്പോൾ നമ്മുടെ മന്ത്രിയാണ് എന്ന് ആലോചിച്ചു. അപ്പം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായി രാഹുൽ പുലർത്തുന്ന നിതാന്തമായ ഒരു സവിശേഷമായ സ്നേഹ സന്ദർശനങ്ങൾ, ഫേസ്ബുക്കിലൂടെയുള്ള അദ്ദേഹത്തിന്റെ അട്ടഹാസങ്ങൾ, ഇതൊക്കെ നമ്മുടെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ജീവനും എടുത്തുകൊണ്ട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കാൻ നിരവധി അണികൾ ഈ രാഹുലിന് ഒപ്പമുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രത്തോളം പ്രാധാന്യം നൽകാൻ രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമരം വിജയിച്ച് സംസ്ഥാന സർക്കാരിനെ അവൻ നേരിട്ട് താഴെ ഇറക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു നേതാവൊന്നും അല്ല നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹം MLA ആയ സമയത്തോ അതിനു മുമ്പ് അല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കാലഘട്ടത്തിലോ അറിയപ്പെട്ടതിനേക്കാൾ 100 ഇരട്ടി വേഗത്തിൽ അറിയപ്പെട്ടത് സ്ത്രീപീഡന വീരൻ എന്നുള്ള നിലയിൽ തന്നെയാണ്. കാരണം അതിജീവിതകളുടെ എണ്ണബാഹുല്യം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസിലെ ഒന്നാമൻ എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിലെ ഒരു അതിജീവിതയെ, അതായത് ആദ്യം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പരാതി നൽകിയ ഒരു അതിജീവിതമാർക്കെതിരെ ശക്തമായ ഭാഷയിൽ എന്ത് വൃത്തികേടും എന്ത് നീചത്തരവും പറയാൻ കഴിയുന്ന ഒരു പറ്റം കൂട്ടാളികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധമ സംസ്കാരം പ്രചരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പൊ യൂത്ത് കോൺഗ്രസിലുള്ള സകലമാന നേതാക്കളും കൊണ്ടു നടക്കുന്ന ഒരു വല്ലാത്ത ഒരു കഴിവ് തന്നെയാണ്. അതിനെ നമ്മൾ പറയാതിരുന്നാൽ മോശമായി പോകും. അത്ര ഭീകരമായ തോതിലാണ് ഈ നാട്ടിൽ ഈ പരാതി ഉയർത്തിക്കൊണ്ടുവന്ന സ്ത്രീകളോടെല്ലാം പെരുമാറിയിട്ടുള്ളത്, അവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടച്ചാക്ഷേപിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രാഗൽഭ്യം അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാൾ ദീപ ജോസഫ് എന്ന് പറയുന്ന ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകയാണ്. അവർ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള ഇവരെ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിജീവിതമാരെ എതിരായിട്ട് അല്ലെങ്കിൽ അവരെന്തോ മോശപ്പെട്ട ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് രതിജീവത എന്നാണ് പറഞ്ഞത്. ഇതാണോ ഒന്നുമില്ലെങ്കിൽ അവരൊരു സ്ത്രീയല്ലേ? ഈ പറയുന്ന ദീപ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസ്സുകാരിയാണെങ്കിൽ തന്നെയും ഒരു സ്ത്രീയാണ് എന്നുള്ള വിവരം എന്തുകൊണ്ട് അവർ മറന്നു പോകുന്നു? ഇത് നാളെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള നീചന്മാരായ കുറെ അധികം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ടെങ്കിൽ, ഇപ്പൊ പ്രശോഭിനെ കണ്ടില്ലേ, കോടതി അവന്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയല്ലോ. അപ്പം ഇതുപോലെയുള്ള കുറെ സ്ത്രീ പീഡകന്മാരുടെ ഗ്രൂപ്പായി മാറി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇതിനു മുൻപ് ഒരു സോളാർ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം, ഒരു പ്രോജക്റ്റ് കേരളത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ, ഒരു സംരംഭക എന്ന് പറയേണ്ടി വരും തുടക്കത്തിൽ തന്നെ, ആ സംരംഭക ഇറങ്ങി തിരിച്ചപ്പോൾ അവർക്ക് കോൺഗ്രസ് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് കോൺഗ്രസ്സുകാരിൽ നിന്ന് നേരിടേണ്ടി വന്ന കൊടിയ പീഡനത്തിന്റെ ഒരു കഥ പിന്നീട് അവര് കത്തുകളായി ഇറക്കിയില്ലേ? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അല്ലെ? അപ്പൊ അവിടെ അവര് പറയേണ്ടി വന്നത്, അവര് ജസ്റ്റ് ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ച് കേരളത്തിൽ സൗരോർജ്ജവും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റാണ് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് കേരളം കേട്ട നാണം കെട്ട നാറിയ കഥകൾ ഈ കോൺഗ്രസ്സുകാരെ ചുറ്റിപ്പറ്റി തന്നെ അല്ലായിരുന്നോ? അപ്പം അങ്ങനെ പോലും ഗതികേട് പിടിച്ചു നടക്കുന്ന ഒരു കൂട്ടരായി കോൺഗ്രസ്സുകാർ മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്താണ് ഈ ദീപ ജോസഫിനെ പോലുള്ളവർ ഈ അതിജീവിതമാരെ രതിജീവിത എന്ന് വരെ വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്നത്. അത് നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കാണാൻ പുള്ളിക്ക് കണ്ണില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, അത് ഇങ്ങനെ നിരന്തരം നടക്കുന്ന കാര്യമല്ലേ? ഇങ്ങനെയാണോ ഒരു കാര്യത്തെ കാണേണ്ടത്? സ്ത്രീകൾക്കെതിരായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം അപകീർത്തികരമായ പ്രവണതകളെ ഇതൊക്കെ നിരന്തരം നടക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ? ഇവിടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാവിന്റെ
അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ, ഒരു ടീച്ചറാണ്, അധ്യാപികയാണ് അവർ, ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെ വരെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരന്മാരെ ആക്രമിച്ചു. ഏറ്റവും ഒടുവിൽ ആ ടീച്ചർക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ആ പോസ്റ്റ് രായ്ക്ക് രാമായണം മുക്കി രക്ഷപ്പെടേണ്ടി വന്നു. അവിടെ നിന്ന് കടന്നു പോകേണ്ട ഗതികേടുണ്ടായി. അതെല്ലാം ആര് കാരണമാണ്? ഈ വെട്ടിക്കിളി കൂട്ടം കാരണമാണല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. അതായത് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും ഉന്നതനായ ഹൈക്കമാൻഡ് എന്ന് പോലും വിളിക്കാൻ കഴിയുന്ന ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയ്ക്ക് പോലും ഈ പറയുന്ന വെട്ടുക്കിളി കൂട്ടങ്ങളുടെ ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലുള്ള ബാക്കിയുള്ള ഈ പീഡിപ്പിക്കപ്പെട്ട പീഡിതരായ അതിജീവിതമാരുടെ ജീവന് എന്താണ് വില കൽപ്പിക്കുക? ഒരു സ്ത്രീ എടുക്കെ താൻ പീഡിപ്പിച്ചു തെറ്റ് ചെയ്തു എന്ന് അറിയാമായിരുന്നിട്ട് കൂടി ഒരു സ്ത്രീയോട്, അത് ആരുമായിക്കൊള്ളട്ടെ, ഒരു സ്ത്രീയോട് നിന്നെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ മാത്രം പോരെ എന്ന് ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ അട്ടഹാസത്തിന്റെ പേരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ലെ, ആ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇപ്പോ കോൺഗ്രസ്സുകാർക്ക് വേണ്ടപ്പെട്ടവനായി മാറി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, AP അനിൽകുമാറിനെ പോലെ ഒരാളുടെ മകന്റെ കല്യാണത്തിന് അവിടെ വലിഞ്ഞു കയറി ചെല്ലുക, അല്ലെങ്കിൽ അവിടെ ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ എന്താ, അവിടെ ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു, എല്ലാവരുമായി ഒത്തുചേരാനുള്ള ഒരു ഇതുണ്ടാവുന്നു. ഈ സത്യം പറഞ്ഞാൽ ഈ VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ, ഇതാ നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു നേതാവിനെ കഴിഞ്ഞ കാലങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ട് കൊല്ലാക്കൊല ചെയ്തിട്ടില്ലേ? എന്തിനായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു നിലപാട് അല്ലെങ്കിൽ നടപടി പാർട്ടി സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തെ നിരന്തരം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് പോയില്ലേ? ഇവിടുത്തെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെയും വിലക്കെടുത്തുകൊണ്ട് അവിടെ ചെയ്ത നടപടി എന്താ? ഈ പറയുന്ന അദ്ദേഹത്തിനെ ഈ റിനി ആൻ ജോർജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേക്കച്ചൻ എന്ന് വിളിച്ചു. അങ്ങനെ ആ രീതിയിൽ പോലും സതീശിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു അവസ്ഥ വന്നു. പണ്ട് പുരാതന കാലത്ത് സതീശൻ മണി ചെയിൻ തട്ടിപ്പുമായി ഇറങ്ങിയിരുന്ന കാലത്തെ വരെ പരാമർശിക്കുന്ന രീതിയിൽ വന്നു. താരക പെണ്ണാള് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് എപ്പോഴോ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്ത ഒരു സ്ത്രീ പിന്നീട് വൈറലാകുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരുന്നത്? CPM-കാരെ എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണോ? CPM-ന് VD സതീശൻ നമ്മുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് റിനി ആൻ ജോർജ് അവിടെ വന്നപ്പം കൂകി വിളിക്കുകയും അവരെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഭയങ്കരമായിട്ട് ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ മുഖ്യമന്ത്രി എന്തെങ്കിലും ചോദിച്ചോ? അല്ല, മുഖ്യമന്ത്രി നിരായുധനാണ്. കല്യ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇല്ല, നിരായുധനാണ് മുഖ്യമന്ത്രി. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, റിനി ആൻ ജോർജ് വരുമ്പോൾ കൂകി വിളിക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരെ അധിക്ഷേപിക്കുന്നു, അവരെ പിന്നെ ഈ രീതിയിലെല്ലാം ഒരു സ്ത്രീയെ പരസ്യമായി അധിക്ഷേപിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതിനെയൊക്കെ എതിർക്കാനും ഇതിനെയൊക്കെ എതിരെ പ്രതികരിക്കാനും എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭരണവ്യവസ്ഥയ്ക്ക് സാധിക്കാതെ പോകുന്നത്? അതിൽ മാറി എന്തുകൊണ്ടാണ് ഇതൊക്കെ സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമല്ലേ, ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമാണോ മുഖ്യമന്ത്രി കാണിക്കേണ്ടത്? അല്ല. അങ്ങനെ പറഞ്ഞിട്ട് കൈകഴുകി പോകാൻ പറ്റിയ ഒരു വിഷയമാണോ ഇത്? അല്ല. കാരണം പാർട്ടിയിൽ പോലും ഇല്ലാതിരിക്കുന്ന, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ലാതിരിക്കുന്ന ഒരു നേതാവ്, ഒരു ചോട്ടാ നേതാവ് കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നടന്നിട്ട് കാണിച്ചു കൂട്ടിയ തോന്നിയാസങ്ങൾക്കെതിരെ നടപടിയെടുത്ത ഒരു നേതാവല്ലേ VD സതീശൻ? അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതൃത്വമാണ്, സർക്കാരാണ് ഇത് എന്ന് പറയാനുള്ള ഒരു ആർജവം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇത് ഇല്ലാതെ പോയത്? അത് ഉണ്ടാവേണ്ടതല്ലേ? പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഇനിയും വേണ്ട. ഇവിടെ അതിജീവിതമാർക്ക് വേണ്ടിയിട്ടല്ല, അതേസമയം ഇവിടെ ക്രൂരമായി പീഡിപ്പിക്കുന്ന വേട്ടക്കാർക്കൊപ്പമാണ് ഇവിടുത്തെ സർക്കാർ എന്ന് ഒരു പ്രഥമ ദൃഷ്ടിയ നമുക്ക് ഇത്തരം പരാമർശങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്ന് നമ്മൾ കാണേണ്ടി വരും. അതാണ് ഇപ്പൊ നിലവിൽ ആ മുഖ്യമന്ത്രിയുടെ ആ ഒരൊറ്റ വാക്കിൽ നിന്നും കേരള ജനത മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്